ഗുഡ് മോർണിംഗ്. അസ്സലാമലൈക്കും. 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 ഇങ്ങോട്ട് വാവൂടെ ടുട്ടിൻ്റെ വാവൂടെ. എൻ്റെ കുട്ടിക്ക് വാവു വലിയ വാവു ഉണ്ടാക്കി. അസിമോൾ എടുത്തുകാണ്ട് കൊണ്ടുവന്ന താട്ടിലുണ്ടാണ് കിച്ചണിൽ കൊണ്ടുവന്നെത്തിയതിലൊന്നും അസിമോക്ക് മദ്രസില്ല അല്ലേ? ദീദി കൊണ്ടുവന്നതില്ലേ? വാവു വിദ്ദായിക്ക്. അന്നുകുട്ടി ചായ വേണ്ടേ? ഐ ഐ കുട്ടിനോലോളിച്ചതാണ്. അസിമോൾ എടുത്ത് കൊണ്ടുവന്നതാണ്. രീതിയിൽ കൊണ്ടുവന്നത് ആള് കൊണ്ടുവന്നത് ചായ കുടിച്ചാ? എന്താ പുതിയതാണല്ലോ. ചായ കുടിച്ചിട്ടാ ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഗൈസ് രാവിലെ തന്നെ ആയതുകൊണ്ട് ഇൻട്രോ ഒക്കെ എടുക്കാൻ എന്നിട്ട് എത്ര ലേറ്റ് ആയത്. നമ്മളിപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ ഇൻട്രോ എടുക്കണം കേട്ടോ. അപ്പോൾ ഒന്നൊരു സൗണ്ടൊന്നൊരു ക്ലിയർ ആയിട്ടുണ്ടാവില്ലല്ലോ അല്ലേ. അപ്പോൾ ഏതായാലും ഫുഡൊക്കെ കഴിച്ചിട്ടോ, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഇനിയിപ്പോൾ മക്കൾക്ക് കൊടുക്കണം കേട്ടോ. നമ്മൾ കഴിക്കുമ്പോൾ കുറേശ്ശൊക്കെ കൊടുക്കും, പക്ഷെ അതൊന്നും അല്ലാണ്ട് അവരെ വയറിലാവില്ല കേട്ടോ, നമുക്കതൊരു തൃപ്തിയാവില്ല. ഇനിയിപ്പോൾ അവർക്കുള്ള എന്തെങ്കിലും കൊടുക്കണം. ഞങ്ങളുടെ ബാക്ക് സൈഡിൽ ഇരുന്നിട്ടാണ് ഇൻട്രോ എടുക്കണേ. അപ്പോൾ കോഴിയും വെച്ചിയൊക്കെ ഉണ്ട്. അപ്പോൾ അവരുടെ സിറ്റ് ഔട്ടിലാണ്, അമ്മേൻ്റെ ഉപ്പേൻ്റെ അടുത്താട്ടോ സിറ്റ് ഔട്ടിലുണ്ട്. പിന്നെന്തൊക്കെ, അപ്പോൾ ഇന്നൊരു ചെറിയ ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിക്കണം. എത്രത്തോളം എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല, എടുത്തോട്ടെ. ഇപ്പോൾ ലോങ് വീഡിയോസൊക്കെ കുറവാണ്. ഞാനിപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ഷോർട്സും കാര്യങ്ങളൊക്കെ ഇടാറുണ്ടല്ലോ. ഇപ്പോൾ ലാസ്റ്റായിട്ട് നമ്മൾ ഉമ്മേൻ്റെ ബർത്ത്ഡേൻ്റെ വ്ളോഗായിരിക്കും തോന്നുന്നു ഇട്ടണത്. അപ്പോൾ എന്തായാലും നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നമുക്ക് വേറെ റീച്ചൊന്നും അങ്ങനെ ആയിട്ടില്ല, എന്നാലും എല്ലാവരും സപ്പോർട്ട് ചെയ്ത് നമ്മൾ ഒരു പൊസിഷനിലെത്തിക്കുക. എന്നാലും കുറേ പേരിങ്ങനെ നമ്മൾ വീഡിയോ എടുക്കുന്നതിനോട് യോജിപ്പില്ലാത്തതൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ എങ്കിലും ഞാൻ ഇതേലും ഇറങ്ങി തിരിച്ചില്ലേന്ന് കരുതിയിട്ടാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റും കാര്യങ്ങളൊക്കെ അറിയിച്ചാൽ നമുക്ക് അതിനനുസരിച്ചുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടാം. ഇൻഷാല്ലാ ഒരു Q&A ചെയ്യണം വിചാരിക്കുന്നുണ്ട്. അപ്പം കുഞ്ഞുട്ടിയൊക്കെ വരുന്നുണ്ട്, അപ്പോൾ വന്നിട്ട് ചെയ്യണം ഇൻഷാല്ലാ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ ബേബീസിനിപ്പോൾ ചൂട് ഇപ്പോൾ കുറവുണ്ടല്ലോ, 2-3 ദിവസമായിട്ട് മഴ ചെറുതായിട്ടൊന്ന് പെയ്തതായതുകൊണ്ട് ഇപ്പോൾ ചെറുതായിട്ട് ചൂട് കുറവുണ്ട്. പക്ഷേ ഇപ്പോൾ ഒരാൾക്ക് ആദ്യം ഉണ്ടായിരുന്നു ചൂടുകുരു, അങ്ങനെ തിക്കായിട്ടുള്ള ചൂടുകുരുല്ല, കുറച്ച് വലുപ്പമായിട്ടുള്ള ചോരക്കുരു എന്നൊക്കെ പറഞ്ഞൊരു സംഭവം ഉണ്ടായി. അപ്പോൾ ആദ്യം ഒരാൾക്ക് ഉണ്ടായിന്, അനുബേബിക്ക് ഉണ്ടായിന്. അപ്പോൾ ആളെ കാണിച്ച് അവളുടെ മാറിയപ്പോൾ ഇതിപ്പോൾ അതിനുബേബിക്ക് ഉണ്ടായിന് കേട്ടോ. അതിനുബേബിക്ക് തല നിറച്ചുണ്ട്. ഇപ്പം ഞാൻ ഓളെ ഓയിൻമെൻറ്റ് ഉണ്ടായിരുന്നു, അപ്പോൾ അത് ഞാൻ എടുത്ത് തേച്ചൊക്കെ കൊടുത്തിരുന്നു. പക്ഷെ അത് കാര്യം ഉണ്ടായില്ല, ഉള്ളിലേക്ക് ആൻറ്റിബയോട്ടിക് ചെല്ലാത്തതുകൊണ്ടായിരിക്കും. അപ്പോൾ ഇന്നലെ അവളെ കാണിച്ച് മരുന്നൊക്കെ കൊടുക്കുന്നുണ്ട്. നല്ല പെയിന് കേട്ടോ. നമ്മൾ ഫീഡ് ചെയ്യാനൊക്കെ എടുക്കുന്ന സമയത്ത് തലേൻ്റെ പിൻസൈഡിലൊക്കെ ഉള്ളതൊക്കെ നമ്മളെ കൈയ്യിട്ടുമ്പോൾ ഭയങ്കര കരച്ചിലാണ് ആൾ. ഏതായാലും അത് പെട്ടെന്ന് മാറട്ടെ. പിന്നെ ഈ തലേൻ്റെ ഈ ഭാഗത്തുള്ള നല്ല പോലെ വലുതായി കേട്ടോ. അത് മറ്റാൾ അവിടെ ഒരു റെഡ് കളറായി നിൽക്കണം, മറ്റാൾ പോയിട്ട് ഇങ്ങനെ പിടിച്ച് നിൽക്കാനൊക്കെ നോക്കുന്നത്. അപ്പോൾ ഭയങ്കര അടിപിടിയൊക്കെയാണ്. അപ്പോൾ ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ എന്തായാലും നസിമോക്ക് മദ്രസ ഒന്നുമില്ല കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് സമയമൊക്കെ ഉറങ്ങി. ലേറ്റായിട്ടാണ് നിസ്കരിച്ച് കഴിഞ്ഞതിന് ശേഷം കുറച്ച് നേരം കിടന്നിട്ടോ ഓതിയതിനൊക്കെ ശേഷം. അപ്പോൾ നീക്കാൻ നേരെ വെക്കി. എന്നാലും നമുക്ക് ആ സമയത്ത് അങ്ങനെ കിടക്കുമ്പോൾ ഉറക്കല്ലാണ്ട് വരൂല കേട്ടോ. എങ്ങനെയാണ് ഉണർന്നുകൊണ്ടേ ഇരിക്കും, ഒരു ഡീപ്പായിട്ടുള്ളൊരു ഉറക്കമൊന്നും കിട്ടൂല.
അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ പണിയും കാര്യങ്ങളൊക്കെ കഴിക്കണം, അവിടെ ഫ്രഷ് ചെയ്യാനും ഫുഡ് എടുക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ ബാക്കി കാണാം. ഓക്കെ. അപ്പോൾ ഗൈസ് ഇവിടെ ചോറിനുള്ള വെള്ളം സെറ്റാക്കിയിട്ടോ. നമ്മൾ അടുപ്പിലാണ് ചോറ് വെക്കാൽ. അപ്പോൾ അതിനുള്ള വെള്ളം റെഡി ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ മക്കൾക്ക് ഫുഡൊക്കെ കൊടുത്തു വരുമ്പോഴത്തേക്കും അത് സെറ്റായിക്കോളും, തിളക്ക് വന്നോളൂല്ലോ. അപ്പോൾ ബേബീസ് വരുന്നുണ്ട് കേട്ടോ. സിറ്റ് ഔട്ടിലായിരുന്നു തിരഞ്ഞ് വരാൻ തുടങ്ങിയത്. അപ്പോൾ അവർക്കുള്ള ഫുഡ് റെഡി ആക്കണം. അപ്പോൾ അതിന് ചായ അടിച്ച പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്ത് വെക്കാൻ കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ അവർക്ക് എന്തെങ്കിലും ഉണ്ടാക്കട്ടെ. അപ്പോൾ ഇതിന് ഇതിവിടെ കിടന്ന് സെറ്റ് ആവട്ടെ കേട്ടോ. പറഞ്ഞ ആളെ കാണിച്ചാൽ എന്തേ നീ തിരിഞ്ഞു വന്നതാ? മിഷിന് തിരിഞ്ഞു വന്നതാ? പിച്ച 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 ഫിഷ പിച്ച. ഇവള് നല്ല ശ്രദ്ധിച്ച് മെല്ലെ മെല്ലെ ആയിട്ട് നടക്കുള്ളൂ. എല്ലാ കാര്യങ്ങളും നമുക്ക് ഭയങ്കര മറ്റാള് വരുന്നുണ്ട് അല്ലേ? അന്നിവിടെ എത്തി, അന്നു ബേബി ഇവിടെ എത്തി. എനിക്ക് ദേഷ്യം പിടിക്കുന്നുണ്ട് ഉമ്മച്ചേന്ന്. അപ്പൊ ഇതാണ് അവസ്ഥ. അപ്പൊ ഇവരെ സെറ്റ് ആക്കാതെ ഒരു പരിപാടി നടക്കൂല കേട്ടോ. അപ്പൊ ഇനി ഇവരെ ഫുഡ് എടുത്ത് ഓരോ കുളിയും കാര്യങ്ങൾ കഴിഞ്ഞ് ഓരോ ഉറക്കിയാലേ ഉറക്കണ ഗ്യാപ്പില് എടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മളെ കാര്യങ്ങൾ കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് ഇവർക്ക് ഫുഡ് കൊടുത്ത് ഓരോന്ന് സെറ്റ് ആക്കിയിട്ട് ബാക്കി നോക്കാം അല്ലേ? ഹലോ ബൈ. ഹലോ ഹലോ ഹലോ. ഗൈസ് ഫുഡൊക്കെ കൊടുത്ത് സെറ്റായി. ഇനിയിപ്പോ കുളിക്കാണ്ട് കേട്ടോ. ആകെ മൊത്തത്തിൽ ഫുഡ് കഴിച്ചാൽ ഒന്നാകെ വെക്കും. അയ്യ ഫുഡ് കഴിച്ചിട്ടില്ല, ഇനി കുളിക്കാനില്ല. എന്താ ഇല്ല, പൊറക്കച്ചാട വയ്ക്കണം. അപ്പൊ ഇനിയിപ്പോ എന്തായാലും അവിടെ ഫ്രഷ് ആക്കട്ടെ കേട്ടോ. ഓടെ ഇല്ല ഇല്ല കോഴിയുടെ. അപ്പൊ ഗൈസ് കുളിച്ച് ഫ്രഷ് ആക്കട്ടെ കേട്ടോ. അതിന് ബേബി അവിടെ ഉമ്മൻ്റെ കയ്യിലുണ്ട്. ഓക്ക് ഫുഡ് കൊടുത്തിട്ട് ഉമ്മൻ്റെ കൈ കൊടുത്തിട്ട് പിന്നെ ഇവക്ക് ഫുഡ് കൊടുക്കുക ചെയ്തത് കേട്ടോ. ഫുഡ് കഴിച്ചതിന് ശേഷം കുളിപ്പിക്കാൻ പാടില്ല, പക്ഷെ എന്ത് ചെയ്യാനാണ്, ഒരു ഫുഡില് അലമ്പാക്കും ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ. അപ്പൊ എന്തായാലും പെട്ടെന്ന് കുളിപ്പിച്ച് ഫ്രഷ് ആക്കട്ടെ കേട്ടോ. സ്റ്റാർട്ട് എടുക്ക. അവ തന്നെ അവ അവ അവ്വയാ. കുളിക്കാൻ പറയുമ്പോൾ തന്നെ ഭയങ്കര ഇതാണ്. തലറയ ഈ കുരുണ്ട് കേട്ടോ. എന്നിട്ട് തോർത്താനൊന്നും കഴിയുമല്ലോ കുളി കഴിഞ്ഞ് കഴിഞ്ഞാൽ. പക്ഷെ കുളിപ്പിക്കാണ്ടിരിക്കാനും വയ്യ, കാരണം അതുണ്ടാകുമ്പോൾ ഒരു പ്രത്യേക സ്മെല്ലൊക്കെയാണ്. അപ്പോൾ ഡെയിലി 2 നേരം കുളിപ്പിക്കലുണ്ട്. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ എങ്ങനെയെങ്കിലും കുളിപ്പിക്കട്ടെ. അത് തുടക്കുന്ന സമയത്ത് കരച്ചിലൊക്കെയാണ്, വേദന ഉണ്ടാവും എനിക്കറിയാം. പക്ഷെ എന്ത് ചെയ്യാൻ. ഇപ്പോൾ ഗൈസ് കുളിയൊക്കെ കഴിഞ്ഞു. 2 ആളെ കുളിയും കഴിഞ്ഞു. ഒരാളതവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം ഒരാളെ കുളിപ്പിച്ചിട്ട് പിന്നെ ഒരാളെ കുളിക്കും അല്ലേ? കുളിച്ചു പടി. കുളിക്കുന്ന സമയത്ത് 2 ആള് ഭയങ്കര അലമ്പാണ് കേട്ടോ. വെള്ളം വയ്ക്കുമ്പോൾ, പക്ഷെ വെള്ളത്തിൽ കളിക്കാൻ നല്ല ഇഷ്ടമാണ്. നമ്മൾ വെള്ളം വയ്ക്കുമ്പോൾ ഭയങ്കര സീൻ. അപ്പം ഇനിയിപ്പോൾ അവർക്ക് ഡയപ്പറൊക്കെ ഇട്ട് കൊടുക്കാനുണ്ട്. കയ്യിലേക്കുള്ള കേട്ടോ, വായിക്കണം.
2 പേർക്കും കൂടി യൂസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് തീരും ട്ടോ. ഡയപ്പർ പിന്നെ നമ്മൾ ഓൺലൈനായിട്ട് ബൾക്കായിട്ട് വാങ്ങിക്കലാണ്. അതുകൊണ്ട് ഒരു കണക്കിന് നല്ലത്. അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആണ്. അങ്ങനെയല്ല, നമുക്ക് 1 രൂപയാണെങ്കിലും 2 രൂപയാണെങ്കിലും നമുക്ക് അതിന് ഒരു ദിനം ഇതാക്കുമ്പോൾ നമുക്ക് കുറച്ചെങ്കിലും ഡയപ്പറിന്റെ കാര്യത്തിൽ, ഡയപ്പർ പറഞ്ഞാൽ ഈ അമ്മമാർക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു സംഭവമാണ് ഇന്നത്തെ ജനറേഷനിൽ. അപ്പം എന്തായാലും ഡയപ്പർ മസ്റ്റല്ലേ. ഞാൻ ഇങ്ങനെ ബൾക്കായിട്ട് എൻ്റെ കാര്യം പറയല്ലോ, എനിക്ക് ഡയപ്പർ ഇതുവരെ ഇട്ട് ഒഴിവാക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. 2 പേരായതുകൊണ്ടാണോ എന്നറിയില്ല, എന്നാലും ഞാൻ ശ്രമിക്കുന്നുണ്ട്. കുറച്ച് കൊണ്ടുവരണല്ലോ, ഇന്നിപ്പോൾ ഡയപ്പർ യൂസ് ചെയ്യാൻ പറ്റൂലല്ലോ അല്ലേ. പക്ഷെ ഒരാൾ അതിന് വേണ്ടി ആളെന്നെ ഒറ്റയ്ക്ക് ഡയപ്പറൊക്കെ അയച്ച് ഒഴിവാക്കാൻ തുടങ്ങിയാണ് കേട്ടോ. അവള് യൂറിൻ പാസ് ചെയ്യാണ്ടാവുന്ന ടൈമിൽ ഡയപ്പർ അയച്ചു വെച്ചിട്ട് അവിടെ താഴെ മൂത്രയിക്കുക ചെയ്യുക. ചിലപ്പോൾ നമ്മൾ കണ്ണു പറ്റിയിട്ടുണ്ടെങ്കിൽ, ചിലപ്പോൾ അവള് അയക്കണേ കണ്ടാൽ തന്നെ നമുക്ക് അറിയാം യൂറിൻ പാസ് ചെയ്യാണ്ടായതുകൊണ്ടാണ്. അപ്പൊ നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ ഒഴിപ്പിക്കുമ്പോൾ ഒഴിക്കും ചെയ്യും കേട്ടോ. പിന്നെ ഇങ്ങനെ ക്രമേണ ക്ലിയർ ആയി വരും. അപ്പൊ അങ്ങനെയൊക്കെയാണ്. പിന്നെ ഇപ്പൊ സമയം ഏകദേശം 10 മണി ആവാനായിട്ടോ. അതാണ് സമയം. ഇനിയിപ്പോ ഉറങ്ങുമ്പോ ഒരു 1.5 മണിക്കൂറൊക്കെ ഉറങ്ങും. അപ്പൊ ആ സമയം കൊണ്ട് പെട്ടെന്ന് നമ്മള് ജോലിയും കാര്യങ്ങളൊക്കെ തീർക്കണം. ഞാൻ മുറ്റടിച്ചല്ലേ അതൊക്കെ ഒന്നരാടട്ടെ ചെയ്യല്. പിന്നെ വാഷ് ചെയ്യാനുള്ളതൊക്കെ ഞാൻ ഒരു ദിവസം കൂടുമ്പോഴൊക്കെ വാഷ് ചെയ്യല്. കാരണം അത്രയൊക്കെ ഉണ്ടാവുള്ളൂ. ഇപ്പൊ ബേബീസിനൊക്കെ ഇപ്പോഴാണ് ഞാൻ ഡ്രസ്സൊക്കെ ഇട്ട് കൊടുക്കാൻ തുടങ്ങിയത്. കാരണം ഇതുവരേക്ക് ഭയങ്കര ചൂടല്ലേനോ. അപ്പൊ ഞാൻ ഡ്രസ്സും നോക്കി യൂസ് ചെയ്ത് ഡയപ്പർ മാത്രം ഇട്ട് കൊടുക്കുക ചെയ്യാം. ഞങ്ങൾക്ക് ഉറങ്ങണം. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നമ്മളെ കാര്യങ്ങൾ. ഇപ്പൊ നമ്മള് തൊട്ടില് ഇങ്ങനെ ഇട്ടിരിക്കുന്നത് ബെഡിന്റെ മുകളിലാണ്. ഇങ്ങനെ ആവുമ്പോ ബെഡൊന്നും ഞാൻ ക്ലിയർ ചെയ്തിട്ടില്ല. പുതപ്പ് കറികളൊക്കെ അവിടെ തന്നെ കിടക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ ഇപ്പം രാത്രി ഒരു ഭയങ്കര അടിയാണ് പാല് കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരാൾക്ക് കൊടുക്കുമ്പോൾ ഒരാൾക്ക് കൊടുക്കാനായിരിക്കൂല. അങ്ങനെയൊക്കെയാണ്. 2 ആൾക്കും ഒപ്പം വേണം. അപ്പൊ 2 ആളും കൂടി അങ്ങനെ ആകുമ്പോൾ രാത്രി എനിക്ക് മാനേജ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ട്. ഞാൻ ഒറ്റയ്ക്കല്ല മാനേജ് ചെയ്യണത്. അപ്പൊ ആദ്യം ഉമ്മൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇനി ഞാൻ ഒറ്റയ്ക്ക് തന്നെ ഇവരെ കൂടെ കിടക്കും. ഞാൻ അർജുമോളും ഒരു കൂടെ കിടക്കാം. അപ്പൊ ഞാൻ ഒരാളെ ഒരുക്ക് ചെയ്ത് കഴിയുമ്പോൾ ഒരാളെ തൊട്ടിലിട്ടിട്ട് ഇങ്ങനെ ആട്ടും. ചിലപ്പോ ഒന്നും പറ്റൂല, ചിലപ്പോ കരച്ചിലോട് കുറുമ്പൊക്കെ ആവും. അങ്ങനെയൊക്കെയാണ് അവസ്ഥ. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ കെട്ടിയത്. ഇതാവുമ്പോ നമുക്ക് രാത്രി എണീറ്റാലും എടുക്കാനും ഇനി പോകണമെന്നാൽ ജസ്റ്റ് ഒന്ന് ആട്ടി കൊടുക്കാനൊക്കെ പറ്റുമല്ലോ. അപ്പൊ ഇങ്ങനെ വികൃതി. അപ്പൊ ഇനിയിപ്പോ ഒന്ന് വെള്ളിയാഴ്ചയാണ്. അപ്പൊ പെട്ടെന്ന് തന്നെ ഇവരെ ഉറക്കിയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ. ഇപ്പൊ ജസ്റ്റ് കുപ്പായൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിക്കറ് പിന്നെ പാൻറ്റിസ് ഇനിയിപ്പോ എണീക്കണ സമയത്ത് ഇട്ട് കൊടുക്കാൻ വേണ്ടിട്ടോ. ഇതിപ്പോ ഇങ്ങനെ എന്തെങ്കിലും വഴിക്കാൻ കയ്യിൽ വേണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ അലമ്പാണ്. വീട്ടിന്റെ വാവൂടെ ബാബു എന്നോട് ചോദിച്ചിട്ടില്ല. അത് പോയിട്ട് ഇങ്ങനെ നിൽക്കും. അതാണ് നമ്മളെ പരിപാടി. നമ്മളുറങ്ങ ദൈനബേബിക്ക് മരുന്നുണ്ട് കുരുവിനുള്ള. അത് കൊടുക്കട്ടെ. പിന്നെ ഇപ്പോൾ ഓരോ ഉറക്കിയിട്ട് കാണിച്ചു.
ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടോ. ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ച് ഞാനത് എടുത്തിട്ടില്ലേനു കേട്ടോ, ഷൂട്ട് ചെയ്തിട്ടില്ലേനു. റെസിപ്പീസൊക്കെ ആഡ് ചെയ്യുമ്പോൾ ഒരുപാട് ലെങ്തി ആവുമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഞാനിതാ ചെറുതായിട്ട് മന്തിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ മന്തി വെച്ചാൽ നമ്മൾ ഈ റേഷൻ അരിയില്ലേ, റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ആ ഒരു റൈസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. വേറെ റെസിപ്പീസൊന്നും ആഡ് ചെയ്തിട്ടില്ല. ഇനി വേണമെങ്കിൽ നമുക്ക് വേറൊരു വീഡിയോയിലാക്കത് റെസിപ്പീസൊക്കെ ആഡ് ചെയ്യുമ്പോൾ ഒരുപാട് ലെങ്തി ആവില്ലേ. ഇപ്പോൾ ബേബീസ് എഴുന്നേറ്റുണ്ട്, ഇപ്പോൾ പള്ളിയിൽ നിന്ന് വരാനായിന്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ റൈസ് ഉണ്ടാക്കുകയാണെങ്കിൽ അജിമോളൊക്കെ എന്തെങ്കിലും കുറച്ചെങ്കിലും കഴിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ എന്തായാലും ഞാൻ പോയിട്ട് പെട്ടെന്ന് ഫ്രഷ് ആയിട്ട് വരാം. ഈ കുഞ്ഞിപ്പെണ്ണിന് വേദന ഉണ്ട്, ഇപ്പം നല്ല കരച്ചിലാണ് കേട്ടോ ആള്. പിന്നെ അന്നു ബേബി ഇവിടെ ഉണ്ട്. അന്നു ബേബി ഇത്തം കൂടി ഇവിടെ ഭയങ്കര കളിയിലാണ് കേട്ടോ. അന്നോ അന്നൂസേ അന്നോ അതാ എന്ത് വായല്ലേ ശിഷ്യൻ. അപ്പൊ അസിമോളും ഇവിടെ ഉണ്ട്. അസിമോളെ ഞാൻ ഉച്ചക്ക് ഉറക്കലുണ്ട് കേട്ടോ. അപ്പൊ ഇന്നിപ്പോ ഉറങ്ങൂലെന്നൊക്കെ പറഞ്ഞ് നടക്കുകയാണ് ആള്. മൂന്നാളെയും കൂടെ ഒന്ന് സെറ്റായിട്ട് ഉറക്കിയാലേ നമുക്ക് കുറച്ച് നേരം ഫ്രീ ആയിട്ട് ഇരിക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പൊ ഞാനിതുവരെ ഓർഡർ കഴിഞ്ഞിട്ടോ മക്കളെ. അപ്പം അത് കുറേ ദിവസമായി മുകളിൽ ഇവിടെ പെയിൻറ് പണീൻ്റെ ഇതുകൊണ്ട് മുകളിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പം ഇന്നിപ്പോൾ ഞാനത് എടുത്തോണ്ട് നോക്കും, ഒന്ന് തുടച്ച് വൃത്തിയൊക്കെ വിചാരിച്ചിട്ടുണ്ട്. അതിൻ്റെ ഇതൊക്കെ കൂടെ ഊരി വെച്ചിട്ടോ. അപ്പം എന്തായാലും ആ പണിയിലൊക്കെയാണ്. അപ്പോൾ കുഞ്ഞിപ്പെണ്ണ് കരഞ്ഞപ്പോൾ കയറിയിരുന്നതാണേ. അതിനോ ബാബു വേദന ഉണ്ടോ കുഞ്ഞ? ബാബു വേദന ഉണ്ടാ? സമയം ഏകദേശം 3 മണിയൊക്കെ ആയിട്ട്. ഇനി ഒരു ഉറങ്ങിയാൽ നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ ഉറങ്ങൂട്ടെ. ഞാൻ ഉറക്കലുണ്ട് അങ്ങനെ. എന്താപ്പത് ബെഡിലൊന്നായിട്ടാക്കി. അടിപിടി കൂടാൻ പാടില്ല. ഭയങ്കര എന്താ പറയുക പൊസസീവ്നെസ് ആണ് രണ്ടാക്കും. ഒരാളെടുക്കുമ്പോൾ ഒരാൾക്ക് പറ്റൂല, ഒരാളെടുക്കുമ്പോൾ ഒരാൾക്ക് പറ്റൂല, ഇന്ന് ഒരാൾ തൊടുമ്പോൾ ഒരാൾക്ക് പറ്റൂല. അങ്ങനത്തെ ഓരോ ചുമ്പകളാണ്. ഞങ്ങൾ അത്തരക്കാരൊന്നും അല്ലല്ലോ. അതാ 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 കടിക്കണ്ട കടിക്കണ്ട. ഇതാണ് ഗൈസ്. അടിക്കാൻ പറ്റൂല, അടി വിടാൻ പറ്റൂല. അപ്പോൾ ഗൈസ് ഇപ്പോൾ സമയം ഏകദേശം 3:45 ആയിട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ബേബീസൊക്കെ ഉറങ്ങി, 2 പേരും ഉറങ്ങിട്ടോ. അസിമോള് ഉറങ്ങി. അപ്പോൾ ഞാനിപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഫാൻ ഓഫ് ചെയ്ത് വെക്കണേ, മിക്കവാറും പോണരും. അപ്പോൾ ഇതാണ് നമ്മളൊരു മോർണിംഗ് ടു ഈവനിങ് ഒക്കെ ആയി തുടങ്ങിയില്ലേ ഒരു റൂട്ടീൻ കേട്ടോ. ഇനിയിപ്പോൾ അവർ എണ്ണയ്ക്കുമ്പോൾ ഞാനിവിടെ നിൽക്കുകയെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഉണരുന്ന സമയത്ത് ഇങ്ങനെ മെല്ലെ ജസ്റ്റ് ആട്ടി കൊടുക്കും. അപ്പോൾ
കുറച്ച് സമയമൊക്കെ ചിലപ്പോൾ ഫീഡ് ചെയ്താലും ഉറങ്ങും. അങ്ങനെ കുറച്ച് സമയം ഒരു വൈകുന്നേരം 5 മണി വരെയൊക്കെ എടുക്കും കേട്ടോ. അപ്പോൾ അതിനിടയിൽ ചിലപ്പോൾ ഞാൻ ഫോണിലൊക്കെ കളിച്ചിരിക്കും, പിന്നെ എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് ചെയ്യും, അങ്ങനെയൊക്കെ ചെയ്യും. ഇനിയിപ്പോൾ കുറച്ച് സമയം ഇങ്ങനെ കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് കൂടുതലും നമ്മൾ റൂട്ടീൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക കേട്ടോ. ഇനി എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ ഉമ്മേൻ്റെ ഓപ്പറേഷത്തിനെ പറ്റിയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെയ്യണം എന്നൊക്കെ. അപ്പോൾ ഏതായാലും ഇൻഷാ അല്ലാഹ് ഉമ്മ ഇപ്പം പോയിട്ട് കാണിച്ചിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആൽമാസിൽ കാണിച്ചത് ഡോക്ടർ മുഹമ്മദ് കുട്ടിക്കണ്ണി എന്ന് പറഞ്ഞിട്ടുള്ള സാറായിട്ട് കാണിച്ചത്. അപ്പോൾ അവർ ഓപ്പറേഷൻ തന്നെയാണ് അവരും പറഞ്ഞത്. അപ്പോൾ ഏതായാലും ഇനി ചെയ്യാൻ തന്നെ ഒരു തീരുമാനമാണ്. അപ്പോൾ കുഞ്ഞുട്ടിയൊക്കെ ഇൻഷാ അല്ലാഹ് ഒരു 3-4 ദിവസം കൊണ്ട് വരും. അപ്പോൾ കുഞ്ഞുട്ടിയൊക്കെ വന്നതിന് ശേഷം ഒന്നുകൂടെ പോയിട്ട് കുറേ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് സർജറി ചെയ്യണമെങ്കിൽ. അപ്പോൾ അതൊക്കെ എടുക്കാണ്ട് എന്നിട്ട് ചെയ്യും കേട്ടോ. അപ്പോൾ ഏതായാലും അടുത്ത മാസം ഫസ്റ്റ്, അപ്പോൾ ഈ മാസം കഴിഞ്ഞില്ലേ, അപ്പോൾ അടുത്ത മാസം ഫസ്റ്റ്, ഈ മാസം ലാസ്റ്റിലൊക്കെ ആയിട്ട് ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. അപ്പോൾ എല്ലാവരും ദുആ ചെയ്യണം, ഒരു സീനൊന്നും ഇല്ലാതെ എല്ലാതും റാഹത്താവാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഏതായാലും നമുക്ക് ഇനിയിപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ആയിക്കല്ലേ. ഇനിയിപ്പോൾ ഒരുപാട് എടുക്കുമ്പോൾ ഭയങ്കര ലോങ്ങായി പോകും. അപ്പോൾ പിന്നെ നമുക്ക് കുറച്ചാകുമ്പോൾ പിന്നെ ആളുകൾ നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമുണ്ടാവും എന്ന് കരുതും. അപ്പോൾ എന്തായാലും നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നിങ്ങളോരോ കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് മുമ്പോട്ട് പോവട്ടോ. അപ്പോൾ എന്തായാലും നമ്മളെ മാക്സിമം സപ്പോർട്ടൊക്കെ ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക ഒക്കെ ചെയ്യട്ടോ. പിന്നെ നമ്മൾ മുമ്പ് പ്രഗ്നൻസി സ്റ്റോറീൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ സമയത്ത് എനിക്ക് ഒരാൾ എനിക്ക് ഇങ്ങനെ ഇതേപോലെ ട്രിപ്ലെറ്റ്സ് ഉള്ള ഒരാൾ എനിക്ക് മെസ്സേജ് അയച്ചിട്ട്, വേറെയും 2-3 ആൾക്കാർ ട്വിൻസ് ഉള്ളവരൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കൂടുതൽ ഇതേപോലെ ട്രിപ്ലെറ്റ്സിൽ പ്രഗ്നൻസി ഉണ്ടായിരുന്ന ആൾ മെസ്സേജ് അയച്ചിരുന്നു കേട്ടോ. അപ്പോൾ അവർ ഓരോ കാര്യങ്ങളൊക്കെ ചോദിച്ച് അവർ നമ്മളെപ്പോലെ തന്നെ ഇക്ര ഹോസ്പിറ്റലിൽ പോയിട്ട് ഇപ്പം അവിടെ പിന്നെ കാണിച്ചൊക്കെ ചെയ്ത് ഇപ്പോൾ ഏതായാലും മാഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് അവർ ഡെലിവറി കഴിഞ്ഞിട്ടുണ്ട്, ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ലാതെ അങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ഏതായാലും അപ്പോൾ അതൊക്കെ നമുക്ക് നമ്മളോട് ഇങ്ങനെ വിളിച്ച് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ. അപ്പോൾ ഏതായാലും എല്ലാ കാര്യങ്ങളും ക്ലിയർ ആവട്ടെ. അതാണ് അവസ്ഥ ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ വൈൻഡപ്പ് ആക്കട്ടെ. അപ്പോൾ ശരി, ബൈ.